വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. അത് ദേശീയ യുവജന ദിനമായിട്ട് ഭാരത സർക്കാർ ആഘോഷിക്കുന്ന ഒരു ദിവസം. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്വാമികളെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് സാറിനോട് പറഞ്ഞത് വിവേകാനന്ദൻ ഗുരുവാക്കാൻ വെച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി. അപ്പോൾ എന്നാൽ പിന്നെ അത് കഥേമമയിൽ ചോദിക്കാമെന്ന് വെച്ചു. ആരായിരുന്നു വിവേകാനന്ദൻ ഗുരുവാക്കാൻ വെച്ചിരുന്ന ആൾ? വെച്ചിരുന്ന എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് ഗുരുവാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. സത്യത്തിൽ ഗുരുവായിട്ടും കരുതാം നമുക്ക്, വേണമെങ്കിൽ അങ്ങനെ കരുതാം. ആദ്യ ഗുരുവായിട്ടും വേണമെങ്കിൽ കരുതാവുന്നതാണ് പൗഹരി ബാബ. ആ കാലത്ത് വിവേകാനന്ദൻ അവിടെയാണോ? കൽക്കത്തയിലാണ്. അവിടെ ബംഗാളിൽ, അന്നത്തെ ബംഗാളിൽ എല്ലാവരും ആത്മീയ പാതയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തേടിച്ചെന്നിരുന്ന വ്യക്തിത്വം ആണ് ഈ പൗഹരി ബാബ. പൗഹരി ബാബ എന്ന് പറഞ്ഞാൽ പൗഹരി എന്ന് പറഞ്ഞാൽ വായു ഭക്ഷിക്കുന്നവൻ. വീട്ടിൽ തന്നെ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ട്, അമ്മാവന്റെ ഗുഹയിലാണ് ഈ പാമ്പുകളുടെ ഒക്കെ കൂടെ താമസിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് അദ്ദേഹം. അപ്പോ വായു ഭക്ഷിക്കുന്നവൻ പൗഹരി ബാബ. ഭക്ഷണമൊന്നും കഴിക്കില്ല. അത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുള്ളൂ. ആളുകള് ഇദ്ദേഹം സമാധിയായി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഒക്കെ ഗുഹ തുറന്നു. സമാധി എന്ന് പറയരുത്, കളക്ടർ വന്ന് പൊളിക്കും. കേരളത്തിൽ ഇപ്പം അങ്ങനെയാണ്. ഞാൻ ഈ പെട്ടെന്ന് ആലോചിക്കുകയാണ്, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല, സമാധി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ഇവരുടെയൊക്കെ സമാധി ആ ഭാഗത്തുണ്ട്. ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഉടൻ പൊളിക്കാൻ, മുൻപിൻ നോക്കാതെ പൊളിക്കാൻ തീരുമാനിക്കുന്ന കളക്ടർമാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ നമ്മളിന്നൊരു വീഡിയോ ചെയ്തു, അത് സംശയങ്ങളുണ്ടെങ്കിൽ വേണം നോക്കാം. പക്ഷേ ആര് പരാതി കൊടുത്താലും, അയൽക്കാർക്ക് ശത്രുതയുണ്ടെങ്കിൽ ഒരു പരാതി കൊടുത്താൽ സമാധിയായ ഒരാളുടെ കല്ലറ പൊളിക്കുക എന്ന് പറഞ്ഞാൽ, കോയമ്പത്തൂരിലെ സ്വാമിയില്ലേ മറ്റേ ഗുരു, അദ്ദേഹം വിവാഹിതനൊക്കെ ആയിരുന്നു. അപ്പോൾ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭാര്യയുടെ അച്ഛൻ കേസ് കൊടുത്തിട്ട് സദ്ഗുരുവിന്റെ സമാധി സ്ഥലം പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവൊക്കെ. അത് ബന്ധുക്കളാണല്ലോ. ഇതിപ്പോ ഒരാള് സമാധിസ്ഥനായി എന്ന് പറഞ്ഞാൽ അയൽവാസി കേസ് കൊടുക്കുന്നു, അയൽവാസി പരാതി പറയുന്നു, ഉടനെ പോലീസ് വരുന്നു, കളക്ടർ ഒരു പരിശോധന നടത്താതെ അവരെ കൺവിൻസ് ചെയ്യിക്കാതെ ചെയ്യുന്നു. അത് ഒരു ശരിയായ കാര്യമല്ല. ഒരു സംശയമുണ്ടെങ്കിൽ, സംശയത്തിന് ബേസ് ഉണ്ടെങ്കിൽ പരിശോധിക്കണം ഒക്കെ വേണം. പക്ഷേ അത് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകരയിലെ സംഭവം പറയുമ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെങ്കിൽ ഈ പൊളിച്ചു കളഞ്ഞ സമാധി ഇരുത്തുന്നതിനെ കർപ്പൂരം കൊണ്ട് മൂടി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ഇരുത്തിയതെന്ന് പറയുന്നു. അതുപോലൊക്കെ ജില്ലാ ഭരണകൂടം വീണ്ടും സമാധി ഇരുത്തി കല്ലറ വീണ്ടും പണിത് കൊടുക്കുമോ? ഒരു വലിയ ചോദ്യമാണ്. അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏതായാലും ഒരു കാര്യം പറയാം. നമ്മൾ ആ വീഡിയോ രാവിലെ ചെയ്തു, ഉച്ച കഴിഞ്ഞപ്പോൾ പൊളിക്കൽ നിർത്തി. കളക്ടർ കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു, സബ് കളക്ടർ. അപ്പോൾ ഒരു അന്വേഷണവും നടത്താതെയാണ് പൊളിക്കാൻ തീരുമാനിച്ചെന്ന് വ്യക്തം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫലമുണ്ടായി എന്നതുകൂടെ ഈ കൂട്ടത്തിൽ പറയാം. അപ്പോൾ 100 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. 1798, 1898. അദ്ദേഹം മറ്റേ ഈ സമാധി ആകുന്നതല്ല ശരിക്കും. അത് എന്താ പറയുക, പ്രായോപവേശം എന്നോ ഒക്കെ പറയാവുന്ന പോലെ, അല്ലെങ്കിൽ ആത്മാഹുതി എന്നൊക്കെ പറയാവുന്ന. അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് തീ ഉയരുകയാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെയാണ് സിസ്റ്റർ നിവേദിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ചിതയൊരുക്കി മാത്രമല്ല സാർ, പണ്ടത്തെ ചില സന്യാസിമാർ അവരുടെ ശരീരത്തിലെ ഊർജം കൊണ്ട് സ്വയം കത്തി ചാരമായി പോയ ആചാര്യന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഈ സംഭവം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കല്യാണ മുനിയെ ആണ്. കലാനോസ് എന്ന് പറഞ്ഞ് ഗ്രീക്ക് ചരിത്രത്തിൽ പറയുന്ന ഇന്ത്യൻ സന്യാസി. ഇവിടുന്ന് അലക്സാണ്ടർ ഇവിടെ ആക്രമിക്കാൻ വന്നതാണല്ലോ. വെറും അലക്സാണ്ടർ. അദ്ദേഹം അതെ ഞാൻ അങ്ങനെ നമ്മൾ ഗ്രേറ്റ് എന്ന് പറയാനൊന്നും പറ്റൂല. ഇന്ത്യ ആക്രമിക്കാൻ വരുന്ന ഒരു കൊള്ളക്കാരനെ ഗ്രേറ്റ് എന്ന് നമ്മളെന്തിനാ വിളിക്കുന്നത്? അയാളെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണല്ലോ പോറസ് ഒക്കെ ഒരുപാട് പഠിപ്പിച്ചു. അപ്പൊ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ഇവിടുന്ന് ഒരു സന്യാസിയും കൊണ്ടുപോയി. അദ്ദേഹമാണ് കലാനോസ്, കല്യാണ മുനി. അപ്പൊ കല്യാണ മുനി വഴിക്ക് വെച്ചിട്ട് ചിതയൊരുക്കി സ്വയം ആത്മാഹുതി ചെയ്യാണ് ഉണ്ടായത്. എന്താന്ന് വെച്ചാൽ അനാരോഗ്യം, ഇനി എനിക്കിങ്ങനെ നടക്കാനും കുതിരപ്പുറത്ത് കയറാനും ഒന്നും വയ്യ, ഇവിടെ വെച്ച്. എന്നിട്ട് അപ്പോൾ അലക്സാണ്ടറോട് പറഞ്ഞു, നമുക്ക് ബാബിലോണിൽ കാണാം എന്ന് പറഞ്ഞു. അടുത്ത കൊല്ലമായി കഴിഞ്ഞപ്പോൾ ബാബിലോണിൽ വെച്ചിട്ട് അലക്സാണ്ടർ മരിച്ചുപോയി. പ്രവചനമായിരുന്നു ഇത്. അതെ അതെ. ആ അനുഭവം വെച്ചിട്ടാണ് 2 കൈയും പുറത്തിടണം എന്നൊക്കെ അലക്സാണ്ടർ പറഞ്ഞത്. ഞാൻ പോകുമ്പോൾ ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, ഇന്ത്യ പഠിപ്പിച്ചതാണ്.
അലക്സാണ്ടറെ. അപ്പം അങ്ങനെ ആത്മാഹുതിയും ഉണ്ട് ഇവരുടെ ജീവിതങ്ങളിലൊക്കെ. ഇത്ര മതി എന്ന് വെച്ചിട്ട്, ഇത്ര ആയില്ലേ എന്നൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം വാരാണസിക്ക് എടുത്തിട്ടുള്ള പ്രേമപൂർ ജോൻപൂരിൽ ആണ് ജനിച്ചത്. ബ്രാഹ്മണ കുടുംബത്തിലാണ്. രാമാനുജൻ്റെ അനുയായിയായിരുന്നു അമ്മാവൻ, നമ്മുടെ ഇവിടെ നിന്നുള്ള. അപ്പോൾ ഗാസിപ്പൂരിലേക്ക് പഠിക്കാനായിട്ട് പോയി അമ്മാവൻ്റെ വീട്ടിൽ. അപ്പോൾ ഗാസിപ്പൂരിൽ പോയിട്ടാണ് ഈ വിവേകാനന്ദനും നിർമ്മലാനന്ദയും രാമകൃഷ്ണ ശിഷ്യന്മാരിൽ പലരും രാമകൃഷ്ണനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഈ പൗഹരി ഭാബയെ കണ്ടിരുന്നത്. ഗാസിപ്പൂരിൽ പോയിട്ടാണ്. ഗിർനാറിൽ പോയിട്ടാണ് യോഗയൊക്കെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഗാസിപ്പൂരിലേക്ക് മടങ്ങി അമ്മാവൻ്റെ വീട്ടിലേക്ക്. ആ വീട്ടിലാണ് ഭൂമിയുടെ അടിയിലൊരു ഗുഹ ഉണ്ടാക്കി അവിടെ തപസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അമ്മാവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. ഈ ഗുഹയുടെ അകത്ത് മൂർഖനും കീരിയൊക്കെ ഒന്നിച്ച് വസിച്ചിരുന്നു എന്നാണ് ഈ കഥകളിൽ പറയുന്നത്. അത് രമണ മഹർഷി മറ്റേ വസിച്ചിരുന്ന ഗുഹകളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ കഥയിലുണ്ടല്ലോ, പുലി ഉണ്ടായിരുന്നു, ഇത്തരം പല മരുത്വാമലയിൽ പുലി ഉണ്ടായിരുന്നു, അങ്ങനെ കേട്ടിട്ടില്ലേ? ഇങ്ങനത്തെ പല സംഗതി മറ്റേ ജീവികളും ചട്ടമ്പി സ്വാമികളുടെ പുറകെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നും പറയാറുണ്ടല്ലോ. നമ്മുടെ കുമ്പളത്ത് ശങ്കുപിള്ള എഴുതിയ ആത്മകഥയിലും പറയുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഈ പലപ്പോഴും ഈ മറ്റേ പാമ്പുകളുടെ നെറ്റിയിൽ നിന്നുള്ള പ്രകാശത്തിലാണ് ഇദ്ദേഹം സംസ്കൃത പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് എന്നും കഥകളിൽ പറയുന്നുണ്ട്. അതിൻ്റെ ന്യായാന്യങ്ങൾ നമുക്ക് അന്യായമൊന്നും അറിയില്ല. യുക്തിക്കപ്പുറമുള്ളൊരു ലോകത്ത് ജീവിക്കുന്നവരെ പറ്റിയാണ് നമ്മളിതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭിത്തിക്കപ്പുറം നിന്ന് ആണ് ഈ ആളുകൾ ചെല്ലുമ്പോൾ, ചിലപ്പോഴൊക്കെ ഇദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞാൽ ആളുകൾ ചെല്ലുമല്ലോ, പലപ്പോഴും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. വിവേകാനന്ദൻ പോയിട്ട് തന്നെ കുറേ ദിവസം, സ്വാമി വിവേകാനന്ദൻ പോയിട്ട് തന്നെ കുറേ ദിവസം കാത്തിരിക്കേണ്ടി വന്നു കാണാൻ വേണ്ടി. അത് പക്ഷെ തെളിവുണ്ട്. വിവേകാനന്ദന്റെ ഡയറി കുറിപ്പുകളിൽ വിവേകാനന്ദൻ ഡേറ്റ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പോയി കണ്ടില്ല. അത് പറയാം. അപ്പോൾ ആളുകൾ പോകുമ്പോൾ ഒരു ഭിത്തിയുടെ ഉണ്ടാക്കിയിട്ട് ആ ഭിത്തിയുടെ അപ്പുറം നിന്നാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. കാരണം ആളുകളുടെ നിഴൽ തൻ്റെ മേൽ വീഴരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 5 കൊല്ലത്തോളം ഗുഹയിൽ മാത്രം ആണ് ജീവിച്ചത്. 1890 വിവേകാനന്ദൻ ഗാസിപ്പൂരിൽ അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹം സംസാരിക്കുമ്പോൾ, ഈ സേവകൻ എൻ്റെ ഭാഗ്യം, അങ്ങേ കണ്ടത് എൻ്റെ ഭാഗ്യം എന്നൊക്കെയാണ് ഈ ഗുരു പൗഹരി ബാബ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സേവകൻ എന്നൊക്കെയാണ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നതെന്ന് വിവേകാനന്ദ സ്വാമികൾ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ഈ മറ്റേ ആത്മീയ പാതയിൽ സാക്ഷാത്കാരം ഉണ്ടായവർ, നമ്മൾ രമണ മഹർഷിയുടെ കഥ പറയുമ്പോഴും അറിയാമല്ലോ, ഞാൻ എന്നുള്ള സംഗതി പോയ ശേഷം ഇത് എന്ന് പറയുന്ന, അതുപോലെ തന്നെയാണ് പറയുന്നത് ഈ സേവകൻ എന്ന് പറയുന്നത്. നിഖിലാനന്ദ എഴുതിയ വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിൽ പല കഥകളും പൗഹരി ബാബയെ പറ്റി പറയുന്നുണ്ട്. ഒരിക്കൽ പൗഹരി ബാബ കഴിച്ചുകൊണ്ടിരുന്ന റൊട്ടി തട്ടിയെടുത്തിട്ട് ഒരു പട്ടി ഒളിച്ചോടി. ഇദ്ദേഹം പട്ടിയുടെ പിന്നാലെ ഓടി. ആളുകൾ വിചാരിച്ചത് റൊട്ടി തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ബാബ പിന്നാലെ ഓടിയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിൽക്ക്, ഞാൻ വെണ്ണ പുരട്ടി തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പട്ടി അങ്ങനെ വേണ്ട, വെണ്ണയും കൂടി പുരട്ടി കഴിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പുറകെ നടന്നത്. ഒരിക്കൽ മൂർഖൻ കൊത്തി. അപ്പോൾ പൗഹരി ബാബ പറഞ്ഞു, ഓ ദൈവദൂതനാണ്, അവനങ്ങനെ ചെയ്യുന്നെന്ന് തോന്നി എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ അകത്തുണ്ട്. ഒരു രാത്രി ഒരു കള്ളൻ ഇതിൻ്റെ അകത്ത് കയറി. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ സ്വാമിജിയുടെ കയ്യിൽ എന്തുണ്ടാവാനാണ്, കൊണ്ടുപോയി എല്ലാം മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു സ്വാമിജി. എന്നിട്ട് പിന്നാലെ ഓടിയിട്ട് കള്ളനപ്പോൾ ഓടുകയാണല്ലോ, ഇയാൾ സ്വാമിജി എഴുന്നേറ്റു എന്ന് കണ്ടിട്ട്. അപ്പോൾ പിന്നാലെ ഓടിയിട്ട് കള്ളൻ നിന്നു. അപ്പോൾ കള്ളനെ തൊഴുതു സ്വാമിജി. എല്ലാം എടുത്തുകൊണ്ട് പോകണം, ഇനി അത് മുഴുവൻ നിൻ്റേതാണ് എന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടുപോകണമെന്ന്. ഈ കള്ളൻ പിന്നീട് സ്വാമിജിയുടെ ശിഷ്യനായി. 1890 ജനുവരിയിലാണ്
വിവേകാനന്ദ സ്വാമികൾ അന്ന് നരേന്ദ്രൻ കാണാൻ പോകുന്നത് പൗരി ബാബയെ. അപ്പോൾ അത് വിവേകാനന്ദ സ്വാമികളുടെ കത്തുകളിൽ നമുക്ക് കാണാം അതിൻ്റെ വിശദാംശങ്ങൾ. ജനുവരി 21 31 തീയതിയിലെ കുറിപ്പുകളിൽ കാണാം. 4 തീയതി ഫെബ്രുവരി 4 ഉണ്ട് ഈ കാണാൻ പോയതിനെ പറ്റി കുറിപ്പ്. ഭക്തിയിലും യോഗത്തിലും ഉരുവം കൊണ്ട മായിക ശക്തിയാണ് അദ്ദേഹം. വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദൻ ആ സമയത്ത് സന്ധിവാതം ഉണ്ടായിരുന്നു. ഈ ശിഷ്യപ്പെടണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം എന്ന് പൗരി ബാബ പറഞ്ഞു. പക്ഷെ ദീക്ഷയുടെ തലേന്ന് ഈ രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമികളുടെ സ്വപ്നത്തിൽ വന്നു. ഈ രാമകൃഷ്ണ പരമഹംസരുടെ മുഖം ഭയങ്കര ദുഃഖിതമായിട്ടാണ് വിവേകാനന്ദൻ കണ്ടത്. അങ്ങനെയാണ് പൗരി ബാബയുടെ ശിഷ്യത്വം സ്വീകരിക്കാനിരുന്നതാണ്. അടുത്ത ദിവസം അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത് വിവേകാനന്ദ സ്വാമികൾ. എന്നിട്ട് രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാവുകയാണ്. അപ്പോൾ ജനുവരി 21 തീയതി പോയിട്ട് കാണാൻ പറ്റിയില്ല പൗരി ബാബയെ. 31 തീയതിയും കണ്ടിട്ടില്ല. വിവേകാനന്ദ സ്വാമികളുടെ കത്തുകളിൽ തന്നെ ഉണ്ട്. ഫെബ്രുവരി 4 തീയതിയാണ് കാണുന്നത്. ഇത്രയും ദിവസം അവിടെ കാത്തിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ രാമകൃഷ്ണ പരമഹംസൻ തന്നെ ഗുരുവാകണം എന്ന് ബാബയ്ക്കും അറിയാമായിരുന്നിരിക്കണം. വലിയ സ്വാധീനമായിരുന്നു സ്വാമി വിവേകാനന്ദനിൽ പൗരി ബാബയ്ക്ക് എന്നുള്ളത് സിസ്റ്റർ നിവേദിതയും എഴുതിയിട്ടുണ്ട്. പരമഹംസർ കഴിഞ്ഞാൽ അടുത്ത ആളാണ് സ്വാമിജിയുടെ ജീവിതത്തിൽ പൗരി ബാബ. പ്രഭാഷണം നടത്തിയിട്ടുണ്ട് പൗരി ബാബയെ പറ്റി മാത്രമായിട്ട്. ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് പുറത്ത് ഈ സ്വാമിജി വരുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നത്, സാമൂഹ്യ സേവനമൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പൗരി ബാബ പറയും, ശരീരമില്ലാതെയും ആ സേവനം നമുക്ക് ചെയ്തുകൂടെ, മനസ്സുകൊണ്ട് ഞാൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട് എന്ന് കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദനോട് പൗരി ബാബ പറഞ്ഞു, ശിഷ്യനാകാനായിട്ടൊക്കെ വരുന്ന ആളുകൾ ഈ ഗുരുവിൻ്റെ വീട്ടിൽ പട്ടിയെ പോലെ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം മനസ്സുകൊണ്ട് ശിക്ഷപ്പെടണം. കൂറ്, സഹനം, ഇതൊക്കെ ശിഷ്യനാകാൻ വരുന്ന ആൾക്ക് വേണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ പട്ടിയാകണം എന്നുള്ളതല്ല. പട്ടിയെ പോലെ കിടക്കണം ഗുരുവിൻ്റെ വീട്ടിൽ. 1898 ചിതയൊരുക്കി സമാധി. ഇത് അദ്ദേഹം ചിതയൊരുക്കുന്നൊന്നും ആരും കണ്ടിട്ടില്ല. കാരണം ഗുഹയുടെ അകത്താണല്ലോ അദ്ദേഹത്തിന്റെ കിടപ്പ്. അതെ. ദൈ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന് പറഞ്ഞ സിസ്റ്റർ നിവേദിത വിവേകാനന്ദനെ പറ്റി എഴുതിയ പുസ്തകത്തിലാണ് ആ കാര്യം പറയുന്നത്. ഒരുപാട് ദിവസം ഗുഹയിൽ നിന്ന് വന്നില്ല പൗരി ബാബ. അത് കഴിഞ്ഞൊരു ദിവസം പുക വരാൻ തുടങ്ങി ഗുഹയുടെ അകത്തുനിന്ന്. അപ്പോൾ അവിടെ കത്തുകയാണ് ഗുഹയുടെ അകം എന്ന് ആളുകളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് സ്വാമിജിയുടെ അവസാനം. അപ്പോൾ ആ സമയത്ത് സ്വാമി വിവേകാനന്ദൻ അൽമോറയിലായിരുന്നു. ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഗാസിപ്പൂരിൽ ആശ്രമമുണ്ട്. പൗരി ബാബയുടെ ആശ്രമം ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠൻ ഗംഗാ തിവാരിയുടെ 5ാം തലമുറയിലെ ആളുകളാണ് ഇപ്പം ആശ്രമം നോക്കി നടത്തുന്നത്. ഇപ്പം ഗാസിപ്പൂരിലൊക്കെ പോകുമ്പോൾ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാനുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും നമ്മൾ മലയാളത്തിൽ അധികം കേട്ടിട്ടില്ലാത്ത ഒന്നാണ് ബാബയുടെ കഥ. അത് ഒരു പുതിയ അറിവായി നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നട്ടെ, അല്ലേ? വിവേകാനന്ദൻ്റെ ഗുരുവായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവർക്ക് ഒരു തിരുത്തുമാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.